അതിവേഗ റെയിൽ പദ്ധതിക്കായുള്ള ഓഫീസ് പൊന്നാനിയിൽ തുറന്ന ഇ ശ്രീധരൻ. ഭാര്യ രാധ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം ഔദ്യോഗികമായി ആരംഭിക്കുമെന്ന് ശ്രീധരൻ അറിയിച്ചു. ഞാനിപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞതിന് ശേഷം എൻ്റെ സ്റ്റാഫായിട്ട് അവരോട് ഓരോരുത്തർക്കും എന്തെല്ലാം ചെയ്യേണ്ട ആവശ്യം, എങ്ങനെ ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. ഞങ്ങളുടെ വലിയ ഒരു ഉപദേശം അവർക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നാട്ടുകാർക്കൊരു ഉപദേശം ഉണ്ടാവരുത്. എന്ത് ചെയ്താലും അവർക്ക് ക്ലാശകരമായ ഒരു സാധനം ചെയ്യാറ് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള പ്രതിവിധി കാണണം. അതാണ് നമ്മുടെ ആവശ്യം. അങ്ങനെയുള്ള ഒരു കൾച്ചർ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഏതൊക്കെ സ്റ്റേഷനാണ് വേണ്ടതെന്ന് തീർച്ചയാക്കി കഴിഞ്ഞു. പദ്ധതിയുടെ വിശദാംശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഫെബ്രുവരി 15 മുതൽ യോഗങ്ങൾ ആരംഭിക്കുമെന്നും ശ്രീധരൻ വ്യക്തമാക്കി. ആദ്യ യോഗം മലപ്പുറത്തായിരിക്കും നടക്കുക. കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപനമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കേരളം അതിവേഗ റെയിൽപാത പ്രഖ്യാപിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ നിരാശയായിരുന്നു ഫലം. 7 അതിവേഗ റെയിൽവേ ഇടനാഴികൾ പ്രഖ്യാപിച്ചതിൽ കേരളത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. മുംബൈ പൂനെ, പൂനെ ഹൈദരാബാദ്, ഹൈദരാബാദ് ബംഗളൂരു, ഹൈദരാബാദ് ചെന്നൈ, ചെന്നൈ ബംഗളൂരു, ഡൽഹി വാരണാസി, വാരണാസി സിലിഗുരി എന്നിവയാണ് പുതിയതായി പ്രഖ്യാപിച്ച ഇടനാഴികൾ. ഈ ചാനൽ പൊന്നാനി. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.